കുട്ടികൾക്കും സൂപ്പർ സാറാണ്. ഞാനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ കോമ്പോസിഷൻ എന്ന് പറയുന്ന ഇത്തിരി ടഫായിട്ടുള്ള പ്രോബ്ലം എല്ലാ കുട്ടികൾക്കും ഇത്തിരി പ്രശ്നമാണ്. ഇത്തിരി ഉള്ളുവെങ്കിലും അത് ചെയ്യാൻ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. ഫങ്ഷൻ മാറുമ്പോൾ മിക്കപ്പോഴും കുട്ടികൾക്കെല്ലാം തെറ്റുന്നതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കാണാറുള്ളത്. അപ്പോൾ അതിലെ ഒരെണ്ണമാണ് ഈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചേക്കണം. പിന്നെ ഓണം എക്സാമൊക്കെയാണ്, അടിപൊളിയായിട്ട് പഠിച്ചോണം. നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ അതത് സ്കൂളുകളിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതുകൊണ്ട് അവരവരുടെ ആ ലെവലിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും ക്വസ്റ്റ്യൻസുകൾ ഈസി ആയിട്ട് പോകുമെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കരുത്. ഇത്തിരി നന്നായിട്ട് പഠിച്ചോണം, എന്നെങ്കിൽ നമുക്കൊരു A+ എന്നൊക്കെ ഉള്ളത് കിട്ടത്തുള്ളൂ. മിക്കവാറും കുട്ടികളൊക്കെ ഈ എക്സാമിന് ജയിക്കും, മീൻസ് അല്ലെങ്കിൽ ഒരുവിധം കുഴപ്പമില്ല, മാർക്ക് വാങ്ങും. ക്രിസ്മസ് എക്സാമിന് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇപ്പോഴേ നല്ല രീതിയിൽ കൂടെ ഈ എക്സാമിന് മാർക്ക് വാങ്ങിച്ചേക്കണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്, അതിനോടൊപ്പം തന്നെ നോട്ട്സുകൾ, പിന്നെ പുതിയ ക്വസ്റ്റ്യൻസുകൾ, പുതിയ ട്രിക്സുകൾ, പിന്നെ ക്വസ്റ്റ്യൻ പാക്കേജ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, നിങ്ങളുടെ ഡൗട്ട്സുകൾ എങ്ങനെ പഠിക്കണം എന്നെല്ലാം ക്ലിയറായിട്ട് തന്നുകൊണ്ടുള്ള ക്ലാസ്സാണ്. ഓക്കെ, 1 ഇയറിന് ഇത്രമേ ഉള്ളൂ ടോട്ടൽ, വേറെ ഒന്നുമേ ഇല്ല. ഓക്കെ, ഇത്രയിനെല്ലാം തീരും. അപ്പോൾ ഇതാണ് നമ്മൾ ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൂടെ ഫുൾ മാർക്ക് വാങ്ങാൻ വളരെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് പഠിച്ച് ചെയ്യാനുള്ള രീതിയിൽ കൂടെയുള്ള ക്ലാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനോട് കയറാം. f(x) = 8x³ ആൻഡ് g(x) = x⁻⁴. ഫൈൻഡ് f കോമ്പോസിഷൻ g ആൻഡ് g കോമ്പോസിഷൻ x. എല്ലാവരും ഇത് കാണാറുണ്ട് അല്ലേ, പക്ഷേ തെറ്റിക്കാറുമുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് f കോമ്പോസിഷൻ g(x). എല്ലാവർക്കും ഫോർമുല അറിയാമായിരിക്കും അല്ലയോ? ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് പഠിച്ചോ. f കോമ്പോസിഷൻ g(x) എന്ന് പറഞ്ഞാൽ f(g(x) എന്നാണ് അതിൻ്റെ ഫോർമുല കേട്ടോ. f(g(x). ആ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആരമാണ് g(x). ഇവിടെ ആരമാണ് x⁻⁴. അപ്പോൾ ഇവിടെ തൊട്ട് അയാളെ പിടിച്ച് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ആൻസർ വരുമ്പോൾ f(x⁻⁴). ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ വിജയിച്ചു. g(x) വരും, ബ്രാക്കറ്റിലോട്ട് x⁻⁴. നെക്സ്റ്റ് നമുക്ക് f. ഇപ്പോൾ g എഴുതി, ഇനി ആരാ f? ഇതാണ് രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. f(x⁻⁴) എഴുതണമെങ്കിൽ നിങ്ങൾ f(x)നെ കണ്ടല്ലോ, ആരും കാണാതിരിക്കുന്നില്ലല്ലോ, കണ്ടു. അവിടുത്തെ x എന്ന് പറയുന്ന ആളെ കണ്ടോ? വേണ്ടി ഇത് കണ്ടോ? ആ x എന്ന് പറയുന്ന പ്ലേസിൽ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ഇത്രയാളെ അങ്ങോട്ട് ഇതേണ്ടി ഇവിടോട്ട് എഴുതണം. ഈ 8ഉം 3 എന്തായാലും വേണം. ഈ എക്സിൻ്റെ പ്ലേസിലോട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ആളെ അങ്ങോട്ട് പ്രതിഷ്ഠിക്കണം, അതേപോലെ അങ്ങോട്ട് എഴുതണം. അപ്പോൾ ഇവിടെ ഇവിടെ കണ്ടോ, ഞാനൊന്ന് ചുമ്മാ തുടച്ച് കാണാൻ ഇവിടെയാണ് ഇയാൾ പറഞ്ഞത്. ആ മറ്റുള്ള ടൈം എല്ലാം വേണം. അപ്പോൾ 8 എഴുതി, ഈ ബോക്സിനുള്ളിലോട്ട് x⁻⁴ എന്ന് എഴുതി, ⁻3. ഇങ്ങനെയാണ് f കോമ്പോസിഷൻ ചെയ്യേണ്ട ഫൈനൽ സ്റ്റെപ്പ് കേട്ടോ. f(x)നെ നോക്കി, f(x)ന് വേണ്ടി ഇവിടെയാണ് x കിടക്കുന്നത്, ആ പ്ലേസിലോട്ട് ഇയാളെ അങ്ങോട്ട് എഴുതണം. അപ്പോൾ 8 ഇൻറ്റു ഈ എക്സിൻ്റെ പ്ലേസിൽ x⁻⁴3 അവിടെ വെച്ച് 3ഉം 1/3 3 തമ്മിൽ ക്യാൻസലായാൽ ഈ 8ഉം ഈ x ചേർന്ന് 8x. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കി. എനിക്ക് അറിയത്തില്ല എത്രത്തോളം മനസ്സിലായെന്ന്. നമ്മളിപ്പം ഒരാൾ ചോദിക്കാം, വാട്ട് ഈസ് f(2). നമ്മൾ f(2) എന്താ ചെയ്യുന്നത്? ഈ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കും. അപ്പോൾ 8 ഇൻറ്റു 2³. f(3) ആരാ? 8 ഇൻറ്റു 3³. f(5) ഇപ്പോൾ ആരായിരിക്കും? 8 ഇൻറ്റു 5³. അപ്പോൾ ഇവിടെ ആരാണോ വരുന്നത് അയാൾ q എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഇവിടെ ഇപ്പം നിങ്ങളിപ്പം ഈ പ്ലേസിലോട്ട് 5 എന്നാണെങ്കിൽ 8 ഇൻറ്റു 5³, 7 എന്നാണെങ്കിൽ 8 ഇൻറ്റു 7³. ആ ബ്രാക്കറ്റിൽ ഈ 5നും 7നും ഒക്കെ പകരം ഇയാളാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടത് g കോമ്പോസിഷൻ f(x) ആണ്. g കോമ്പോസിഷൻ f(x) = g(f)(x). g(f)(x). വാട്ട് ഈസ് f(x) ആരാമോനെ? 8x³. ഓക്കെ, g(8x³). g(8x³ എന്ന് പറയുമ്പോൾ നിങ്ങൾ g(x)നെ കാണണം. കണ്ടു, ഇതാണ് നമ്മുടെ g(x) അല്ലേ? അവിടുത്തെ ഈ x എന്ന് പറഞ്ഞ പ്ലേസ് ഇത്രയല്ലേ മോനായിട്ട് വിടാം. ആ എക്സിൻ്റെ പ്ലേസിലോട്ട് അങ്ങോട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ആൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതണം. മറ്റേ ഈ 1/3 ഒക്കെ വേണം. ആ എക്സ് എന്നുള്ള പ്ലേസിനെ അങ്ങോട്ട് തുടച്ച് കളഞ്ഞിട്ട് ബ്രാക്കറ്റ് കിടക്കുന്നുണ്ട് ഇത്രയും ആളെ അങ്ങോട്ട് എഴുതണം. ഇവിടെ കണ്ടോ, ഇവിടെ. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കിക്കേ. 8x³ കണ്ടോ, റേസ് ആരാണ്? 1/3 കണ്ടോ, എത്രയേ ഉള്ളൂ. ഇവിടെയായിരുന്നു എക്സ് കിടന്നത് കേട്ടോ. ആ എക്സിനെ തുടച്ച് കളഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ആളെ ഇവിടോട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ ആൻസറായി.
ഇനി ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 8x³ ഹോൾ റേസ് 1/3 എന്ന് പറയുമ്പോൾ 8⁻⁴ എന്നും x³ 1/3 എന്ന് രണ്ടായിട്ട് എഴുതാം. രണ്ടിനെ രണ്ടായിട്ട് എഴുതി. 8 എന്ന് പറഞ്ഞാൽ 2³ അപ്പോൾ 2³ 1/3 എന്നും x³ 1/3 എന്നുമായി. 3 വെട്ടിപ്പോയി, എല്ലാം വെട്ടിപ്പോയി കേട്ടോ. ഇവിടെ നിന്നൊരു 2 ഉണ്ട്, ഇവിടെ x ഉണ്ട്. ഫൈനൽ ആൻസർ ഈസ് 2x. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങൾ അടിപൊളി. 2 ചോദ്യം ഇല്ലായിരുന്നു അല്ലേ, ഒറ്റ ചോദ്യം. 2 പാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പഠിച്ചോണം. ഇഷ്ടപ്പെട്ടാൽ പ്രയോജനപ്പെടുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഒരാളോട്ടെങ്കിലും ഏറ്റവും കുറഞ്ഞൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തോണം. അടിപൊളിയായിട്ടുള്ള ട്രിക്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുള്ളതുണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ വരും. പിന്നെ നിങ്ങൾക്ക് അതിനും ജോയിൻ ചെയ്യാം. രണ്ടുകൂടെ ഫീസിന് നല്ല കൺസെഷനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിച്ചോണം. നമ്മുടെ സപ്പോർട്ട് മാക്സിമം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗുഡ് ബൈ.